ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റിയ ആളുകളില്ല ഇപ്പോൾ. അത് മധുസാറുണ്ടായിരുന്നു, എം ജി സോമൻ ഉണ്ടായിരുന്നു, ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ഓക്കെ അല്ലേ അണ്ണാ നീങ്ങനെ ഇപ്പോഴത്തെ പുതിയ നായകന്മാരാണുള്ളത്. ഒരു 6 മാസം തിയേറ്ററിലങ്ങ് അടച്ചിടുക. അപ്പോൾ അടച്ചിടുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ഈ നടിമാർ പാവങ്ങളെന്നേ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റിൽ അംബാസഡർ കാറിൽ ചെന്ന് ഷമ്മൂണ് ഇറങ്ങിയിട്ട് ആ ഡോർ അടയ്ക്കാതെ തുറന്നു വെച്ചിട്ട് നേരെ മമ്മൂട്ടിയുടെ അടുത്ത് ചെന്നട മമ്മൂട്ടി പറഞ്ഞത് പോവാണ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിരുന്ന മേക്കപ്പ് അവിടെ ഇട്ടിരുന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട് കാറിൽ കയറിപ്പോയ ചരിത്രമുണ്ട് മലയാള സിനിമയിൽ. 2 ലക്ഷം രൂപ അവന് ചുമ്മാ കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറേ പിമ്പുമാരും കുറേ ഏജൻറ്റന്മാരും കൂടിയാണ് മലയാള സിനിമയെ നശിപ്പിച്ചത്. പക്ഷേ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അപ്പം ഞാനും കൂടെ ചേർന്നാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് ചെയ്തുകൂടെ ഒരേ സമയം 10 പടം നിൽക്കും. പാൻ ഇന്ത്യൻ തേങ്ങയെന്ന് പറഞ്ഞൊക്കെ എടുത്തോണ്ട് വരണില്ലേ, 150 കോടി ഞാൻ ഇപ്പം മുടക്കി, ഇനി ഒരു 200 രൂപ മുടക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അയാളും പറയില്ല വടവുള്ള എന്ന് പറയില്ലേ, അത് പറയും. ജയൻ മേലിൽ ഇത്തരം വർത്തമാനങ്ങൾ അമ്മയിൽ ഇരുന്നുകൊണ്ട് പറയരുതെന്ന് പറയാനുള്ള ബാധ്യത മോഹൻലാലിനുണ്ടെന്ന്. ഞങ്ങളുടെ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ആൻഡോ ജോസഫ് എന്താ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറയാത്തത്? കുറേ കാലമായിട്ട് രമേഷ് പിഷാരടിയും ആൻഡോ ജോസഫും ഒക്കെ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്നുണ്ട്. നടന്മാരിൽ ചിലർ മാത്രം ഞങ്ങൾ മതി, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, ഉള്ളതെല്ലാം അണ്ണാ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു. സെൻസർ ബോർഡ് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന ഒരു വയലൻസിൻ്റെ അങ്ങേ അറ്റം എത്തിച്ച ഒരു സിനിമ എടുത്ത് അത് ഓടി. ആൻ്റണിക്കോ കണ്ടവനാണ് എഴുതി കൊടുക്കുന്നത്. കുറേ എക്സിക്യൂട്ടീവുമാരുടെ മത്സരം നടന്നു. അവിടെ എല്ലാം ഉണ്ണികൃഷ്ണന്മാർ വെട്ടി നിരത്തി. അവർ ഇതിൽ രസം എന്തിനെന്നറിയാം, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ചെയർമാനാണ് രഞ്ജി പണിക്കർ, അമ്മയിലെ മെമ്പറാണ്. അമ്മയിൽ ഈ ആന്റണി പെരുമ്പാവൂർ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വേഷം ചെയ്യുന്ന ആന്റണി പെരുമ്പാവൂരിന് എങ്ങനെ ഇത് കൊടുക്കും, മെമ്പർഷിപ്പ് കൊടുക്കും? അപ്പോൾ ഇവരെല്ലാം ഇപ്പം അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ്. ഈ സാംസ്കാരിക വകുപ്പിൻ്റെ ചുക്കോ ചുണ്ണാമ്പോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സഖാവാണ് അതിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഈ ഭസ്മാസുരന് വരം കൊടുത്തോലായിപ്പോയി. ഊണുണ്ണു, എൻ്റെ കാശുണ്ട്, എൻ്റെ 1000 കോടിയുണ്ട്, ഞാൻ 2 ഊണുണ്ണു എന്ന് പറയാം. അവർ GCDക്ക് എഴുതി കൊടുത്തിരിക്കുക, ജീവിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ പടം ചെയ്തുകൊണ്ട് ആ 34 കൂടെ എനിക്ക് എഴുതി തരണം, കാരണം അതിലങ്ങ് വിളിച്ചാൽ മതിയല്ല. ആ കാര്യാലയത്തിൽ രാത്രി തലയിൽ മുണ്ടുവിട്ട് ഇയാൾക്ക് ഉപദേശം കൊടുക്കുന്ന ഒരുത്തിനെയും വിളിച്ചുകൊണ്ട് ചെന്ന് മറ്റേ അവരുടെ യാതൊരു നേതാവിൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. എന്തിനെന്നറിയാം? പത്മഭൂഷൺ വാങ്ങി. സുരേഷ് കുമാറിന് അറിയാമോ എന്താ ഈ കൂട്ടത്? അറിയാം. ചിലപ്പോൾ ഈ ഉടക്കിയാലുണ്ടല്ലോ സഹി കെടുമ്പം സുരേഷ് വിളിച്ച് പറഞ്ഞത് അല്ല, ഇതൊക്കെ വിളിച്ച് പറഞ്ഞോളേ. നമസ്കാരം. സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം സമരം മാത്രമാണോ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുമുണ്ട്. എന്നാൽ സമരത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന നടന്മാരും നടിമാരും അവരുടെ സംഘടനയുമൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അതിനുത്തരം പറയാൻ നമ്മളൊപ്പം ശാന്തിപിള്ള ദിനേശ് ചേരുന്നു. സ്വാഗതം ശ്രീ ശാന്തിപിള്ള. നമസ്കാരം. നമസ്കാരം. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോരോ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം, സാംസ്കാരികം, ഇങ്ങനെയുള്ള മേഖലകളുടെ ഒരു പരിച്ഛേദത്തിനെ തുറന്നു കാണിക്കുവാനുള്ളൊരു ശ്രമം നമ്മൾ നടത്താറുണ്ട്. അതിൽ ചിലപ്പോൾ ദിനേശേട്ടൻ പൂർണ്ണമായിട്ടും പലപ്പോഴും വിജയിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടി അതിൻ്റെ ഒരു ഭാഗമാവുകയായിരുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ അമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ദിനേശേട്ടനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വിചാരിച്ചു ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് ഫിലിം ചേംബർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനോടൊപ്പം സഹകരിക്കുകയോ ഇല്ലെങ്കിൽ ഒരു അഭിമുഖ സംഭാഷണത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നൊരു സമീപനം അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ ഇന്നലെ വരെ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ അത് നടന്നില്ല. കാരണം അവരൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഫിലിം ചേംബർ അവരുടെ സമരമായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ, നമ്മൾ പ്രതിഫലം കുറയ്ക്കില്ല, നടന്മാർ നിർമ്മാതാക്കളാകരുത് എന്ന് പറയപ്പെടുന്ന ആ ഒരു അവരുടെ ആവശ്യത്തോട് യോജിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ അമ്മയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തൊക്കെയായിരിക്കും? എന്താണ് ശാന്തിയുള്ള ദിനേശിന് തോന്നുന്നത്? ദിനേശേട്ടൻ എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അമ്മയിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റിയ ആളുകളില്ല ഇപ്പോൾ. അത് മധുസാറുണ്ടായിരുന്നു, എം ജി സോമൻ ഉണ്ടായിരുന്നു, ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു, ഒരു പരിധിവരെ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ളവരൊന്നുമില്ല. ഇപ്പം ചേർത്തല ജയന്മാരാണുള്ളത്, അല്ലെങ്കിൽ മറ്റേ ഓക്കെ അല്ലേ അണ്ണാ നീങ്ങനെ ഇപ്പോഴത്തെ പുതിയ നായകന്മാരാണുള്ളത്. ഡയറക്ടറെന്ന് ഞാൻ പറയില്ല, ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം ബോഡി ട്രെയിൻ ചെയ്യാൻ കൊണ്ടുവരുന്ന ട്രെയിനറുടെ പൈസ വരെ, അവനെ താമസിപ്പിക്കുന്നത് വരെ, അവൻ്റെ ഫുഡ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും, അക്കോമഡേഷൻ, എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസറുടെ ചിലവിൽ നടത്തുന്നവന്മാരൊക്കെ ഓക്കെ എണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലും. നമ്മൾ വീണ്ടും ക്ലീഷയായി പോകും. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിക്കാമെന്ന കഥ പറയാത്തത്. അപ്പോൾ സിനിമ നിലനിൽക്കണമെന്ന് അവർക്കൊരു ആഗ്രഹമില്ല.
എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുമ്പോൾ ഞാനൊരു 10-50 കോടി രൂപ ഉണ്ടായിക്കൊണ്ട് അങ്ങ് പോകും. പിന്നെ സിനിമ പണ്ടാരം അടങ്ങണമെങ്കിൽ അടങ്ങട്ടെ എന്ന് വിചാരിക്കുന്നവന്മാരാണ് ഇപ്പോൾ ഈ അമ്മയിലുള്ള ഭൂരിപക്ഷവും. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, ലോ ബഡ്ജറ്റിൽ എടുക്കാവുന്നൊരു സബ്ജക്റ്റ് കൊണ്ടുവന്നാൽ ആ സബ്ജക്റ്റ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈ ബഡ്ജറ്റിൽ എടുക്കാൻ വന്നാൽ നിൻ്റെ പെലവിളിക്ക് നിനക്ക് ഡേറ്റ് തരും, എന്നിട്ട് നിന്നെ ഇളുത്ത് വാങ്ങിച്ചിട്ട് നിന്നെ കട്ടയും പടവും മടക്കി അങ്ങ് വിടും. അതുകൊണ്ട് പ്രൊഡ്യൂസർമാരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ചേർത്തല ജയം പറഞ്ഞ കേട്ടില്ലേ, അമ്മയുടെ ഔദാര്യത്തിലാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്നത്. 3 വെള്ളിയാഴ്ച ആയില്ലേ ഈ ജയം വന്നിട്ട് സിനിമയിൽ. അവൻ്റെയൊക്കെ ഒരു ജാടയും വർത്തമാനമൊക്കെ കേട്ടാൽ സിനിമ കണ്ടുപിടിച്ചാണെന്ന് തോന്നും. പ്രേം നസീറിന് മുമ്പ് വന്നതാണെന്ന് തോന്നും. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പ്രേം നസീർ എന്ന് പറഞ്ഞ ആ മഹാമേരു, അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ പടവും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു വർഷം 36 പടത്തിൽ ഞാൻ അഭിനയിക്കുകയും 36 പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോൾ അംബാനിയുടെ മക്കളായിരുന്നു. പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ സിനിമയിൽ നിന്നിട്ട് കിട്ടിയ കാശ് സ്റ്റുഡിയോ തുടങ്ങി, ഉമ്മ സ്റ്റുഡിയോ തുടങ്ങി നിർമ്മിച്ച് വിതരണം നടത്തി ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തി ഒക്കെ പോയ ഒരു മനുഷ്യനാണ് കണ്ണമ്പലിൽ ജീവിച്ചിരിക്കുന്ന 93 വയസ്സുകാരൻ. മധുസാറൊന്നും ഇത്തരം വങ്കത്തരങ്ങൾ പറയില്ല. അദ്ദേഹത്തിന് സിനിമാക്കാരുടെ വിഷമം അറിയാം, ദാരിദ്ര്യം അറിയാം. ഞാൻ അവസാനം വർക്ക് ചെയ്തത് ശ്രീകുമാരൻ ഇവിടെ അമ്മയ്ക്കൊരു താരാട്ടായിരുന്നു. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു 50,000 രൂപയുടെ എന്തോ ചെക്ക് കൊണ്ടുവന്ന് തമ്പി സാർ മധുസാറിനെ ഏൽപ്പിച്ച്. നോക്കട്ടെ, എന്താ തമ്പി എന്നിട്ട്, അല്ല ഞാൻ അഡ്വാൻസ് ഒന്നും തന്നില്ല, ഇരിക്കട്ടെ ചേട്ടാ. പടം തീരിട്ട് തമ്പി എന്നാ തിരിച്ചു കൊടുത്ത. അങ്ങനെയുള്ള മധുസാറുമാർ ഇല്ലാത്തതാണ് വർത്തമാനകാല മലയാള സിനിമയുടെ അപചയം. അപ്പോൾ അവിടെയാണ് ഈ താരങ്ങളുടെ വമ്പൻ വലിയ പ്രതിഫലം വാങ്ങുന്ന ജനപ്രിയരായ താരങ്ങളെ ഒട്ടി നിൽക്കുന്നവന്മാർ സിനിമ നശിച്ചാലും കുഴപ്പമില്ല, പ്രൊഡ്യൂസർ തെണ്ടിയാലും കുഴപ്പമില്ല, ഞങ്ങൾ പിന്മാറില്ല എന്നൊക്കെ വാചകം അടിക്കുന്നത്. ഇത് ചെയ്യാൻ നല്ല സമയമാണിപ്പോൾ. ഞാൻ അതും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തോന്നുന്നു, ഒരു 3 മാസം ഇതങ്ങ് അവസാനിപ്പിക്കുക. ലോകം ഇടിഞ്ഞു വീഴൊന്നുമില്ല. നമുക്ക് സിനിമയില്ലെങ്കിൽ ഇപ്പോൾ ചാനലും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഉള്ളതുകൊണ്ടേ ഇഷ്ടംപോലെ ആളുകൾക്ക് മലയാളിക്ക് കാണാനുള്ള ഒരുപാട് വേറെ വഴികളുണ്ട്, സാധ്യതകൾ ഒരുപാട്. പണ്ടാണെങ്കിൽ സിനിമ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഒരു 3 മാസം 6 മാസം തിയേറ്ററിലങ്ങ് അടച്ചിടുക. അപ്പോൾ തിയേറ്റർ അടച്ചിടുക എന്ന് എനിക്കങ്ങ് പറയാം. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സിനിമ തിയേറ്റർ തുടങ്ങി ലോൺ മുടങ്ങി അടയ്ക്കാൻ പറ്റാതെ പോയ ഒരുപാട് ഹതഭാഗ്യരായ തിയേറ്റർ ഉടമകളുണ്ട്. ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് സിനിമ എടുത്ത് തെണ്ടി തിരിഞ്ഞ് പലിശയുടെ മേൽ പലിശയൊക്കെ ആയി മാർവാടികളുടെ മുന്നിൽ ഒളിച്ച് നടക്കേണ്ടി വരുന്ന നിർമ്മാതാക്കളുണ്ട്. ഞാൻ പറയുന്നത് അവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഇത്തിരി പ്രശ്നങ്ങളായിരിക്കും. എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു 6 മാസം തിയേറ്ററിലങ്ങ് അടച്ചിടുക. അപ്പോൾ അടച്ചിടുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ 4,000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നിർമ്മാതാക്കൾ, ഒരുപാട് നടീതന്മാരുണ്ട്. അതിൽ ഈ ജയം ചേർത്തലെന്ന് വരില്ല. 4,000 രൂപ കിട്ടിയാൽ ഇൻസുലിൻ വാങ്ങാം, 4,000 രൂപ കിട്ടിയാൽ ചായ വാങ്ങി കുടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് സിനിമാ രംഗത്തുണ്ട്. ഇവരെയൊന്നും ഇവന്മാർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. ഇവനൊക്കെ ഈ ദന്തഗോപുരവാസികളെ പോലെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സീരിയലിൽ 2,000 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് 50,000 രൂപ ശമ്പളം ആകുമ്പോൾ ഇവനൊക്കെ അഹങ്കരിച്ച് സംസാരിക്കും. ഞാൻ പറയുന്നത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ തിയേറ്ററിൽ അടച്ചിട്ടാൽ തിയേറ്ററിൽ നിന്ന് വരുമാനം വരുമല്ലോ. ഇപ്പോൾ തന്നെ 3 മാസം മുടങ്ങി. ഞാൻ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ വിളിച്ചവൻ പറഞ്ഞത്, സാറേ ഇനി ഒരു 70 ലക്ഷം രൂപ കൂടെ വന്നാൽ 1 മാസത്തെ പെൻഷൻ കൊടുക്കാം, 4,000 രൂപ കൊടുക്കാൻ പറ്റും. പക്ഷേ 3 മാസത്തെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. അതിനൊക്കെ വ്യവസായമൊക്കെ വിടും, വ്യവസായമൊക്കെ നമുക്ക് വിടാം. 6 മാസം തിയേറ്റർ അടച്ചിട്ടാൽ ഇവനൊക്കെ എത്ര പ്രാവശ്യം ഗൾഫിൽ പോവും? വീട്ടിനകത്തിരുന്ന് ഭ്രാന്ത് പിടിക്കും. കാരണം പുറത്തിറങ്ങാക്കില്ലല്ലോ. യവൻ സ്വന്തം പൈസ മുടക്കി, അല്ലെങ്കിൽ കണ്ടവനെ ഒരുത്തനെ ഒരു 50 കോടി മുടക്കാൻ ഒരുത്തനെ രവിപിള്ളമാരെ കൊണ്ടുവന്ന് സിനിമ ചെയ്തിട്ട് യവൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളായി നടന്ന് ചെയ്താൽ ഇത് കാണിക്കാൻ തിയേറ്റർ വേണ്ടേ? 6 മാസം അടച്ചിട്ട് യവൻ ഉണ്ടാക്കുന്ന സിനിമ എവിടെ കൊണ്ട് കാണിക്കും? അല്ല, അത് ശരിയാണ്. ഞാൻ ഇപ്പം ദിനേശ് അല്ല, അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ അറിയാം? യവന്മാരെല്ലാം താഴെ വരുമെന്നേ. ഇപ്പോൾ ഒരു സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ ഒരു ദിവസം മാക്സിമം 10,000 രൂപ കിട്ടാവുന്നവൻ സിനിമയിൽ വാങ്ങിക്കുന്ന 3 ലക്ഷം രൂപയാണ് ഒരു ദിവസം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും പടങ്ങും. സീരിയലിലൊക്കെ തുടങ്ങി സിനിമയിലേക്ക് പോയവന്മാരൊക്കെ ഇപ്പം വാങ്ങിക്കുന്ന 3 ലക്ഷമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നടനെ വിളിച്ച് ഒരു സത്യമാഷ് ചെയ്ത ഒരു വലിയ വേഷം സീരിയലിൽ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ദിനേശ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ല വേഷമല്ലേ, പക്ഷേ പ്രശ്നം എവിടെ എന്ന് പറഞ്ഞു ദിനേശ്, ഞാനിപ്പോൾ ഒരു ദിവസം 3 ലക്ഷം രൂപ വാങ്ങിക്കണം, നീ സീരിയലിൽ എന്നെ വിളിച്ച് അങ്ങേറ്റമേ നീ 25,000 രൂപ വരും. ഞാൻ പറഞ്ഞു തരില്ല. 25,000 രൂപ എന്നാൽ സീരിയൽ നഷ്ടം വരും. 25,000 ഒന്നും കിട്ടില്ല, അങ്ങേറ്റമേ 15,000. അതാണ് പ്രശ്നം ദിനേശ്. 15,000 രൂപ നിനക്ക് തരാൻ പറ്റും. ഞാൻ ഒരു ദിവസം ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്ന സിനിമയിൽ. ചിലപ്പോൾ ഒരു സീനൊക്കെ ആയിരിക്കും എടുക്കണേ, ഒരു സീനോ ഒരു ഷോട്ടോ എടുത്തിട്ടാണ് 3 ലക്ഷം വാങ്ങിക്കണേ. ഇവനൊക്കെ കട്ടയും മുടങ്ങി വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യും? ഒരു 6 മാസം ഇരുന്ന പ്രാന്താവും. ഇപ്പോൾ സംവിധായകൻ ചിലരെ മാത്രം, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബസ്സിൽ കയറിപ്പോയ ആൾക്ക് അറിയാം ഇത് ഉണ്ണിയാണെന്ന്. ഭൂരിപക്ഷ സംവിധായകരെയും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ
എന്താ പറയുക, എന്നാൽ താൻ പോയി കേസ് കൂടെന്ന് പറഞ്ഞ സംവിധായകൻ ബസ്സിൽ കയറിപ്പോയി ആർക്കും മനസ്സിലാവില്ല ഇത് രതീഷ് ബാലകൃഷ്ണൻ ഇതൊരു മന്നാടിയാരോ ആരോ ആണെന്ന് പൊതുവാൾ എന്ന് വിചാരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാക്കാർ ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസർമാരും ബസ്സിൽ കയറിപ്പോയാലും ആരും അറിയില്ല, ട്രെയിനിൽ പോയാലും അറിയില്ല. ഈ ദന്തഗോപുരവാസികളായ നടീനടന്മാരുണ്ടല്ലോ തെണ്ടിപ്പോവും. അപ്പോൾ ദിനേശ് ചേട്ടൻ പറയുന്നത് ഇത് സിനിമാ വ്യവസായം എന്ന് പറയുമ്പോൾ സിനിമാ വ്യവസായം അത് മാറ്റി വയ്ക്കാം, പക്ഷേ സിനിമാ തിയേറ്ററുകൾ അടച്ചുപൂട്ടലിലേക്ക് പോകും. അപ്പോൾ അടച്ചുപൂട്ടലിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോഴേ ഇവന്മാർ പറഞ്ഞാൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എവിടെ കാണിക്കും? ഇവരറിയില്ല ഇതെവിടെ കാണിക്കും. അല്ല, ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? ഇന്നലെ ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത്. കാരണം അവർ ഒരു ചർച്ച നടത്തുന്നു, ആ ചർച്ച കഴിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കുന്ന കാര്യത്തിൽ പ്രശ്നമേ ഇല്ല, കുറയ്ക്കില്ല, ചിന്തിക്കില്ല. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ? അതെ, ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് പ്രൊഡ്യൂസർമാരെന്ന് പറയുന്ന ഒരു സംഘടന, പ്രൊഡ്യൂസർ അല്ല ചേംബറിനെയാണ് വെല്ലുവിളിക്കുന്നത്. അല്ല, ഇത് ഈ പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞ ഒരു സംഘടനയെയും പ്രൊഡ്യൂസർമാരായി നിലവിലെ നമുക്കറിയാമല്ലോ, നിലവിലുള്ള പ്രൊഡ്യൂസർമാരുണ്ടല്ലോ, ആ പ്രൊഡ്യൂസർമാരെ അടക്കം നിഷ്കാസനം ചെയ്യുക. ഇനി ഇവർ വേണ്ട, പകരം ഞങ്ങളുണ്ട്. അത് ഇപ്പോൾ എല്ലാ നടന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ, ടൊവിനോ തോമസ്, അല്ലെങ്കിൽ പുതിയ നടീനടന്മാർ, മാത്രമല്ല മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ പ്രൊഡ്യൂസർമാരല്ലോ. പിന്നെ അല്ലെങ്കിൽ തന്നെ ആൻ്റണി പെരുമ്പാവൂരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം ഞങ്ങൾ മതി പ്രൊഡ്യൂസർമാർ, പഴയ പൂർവ്വകാല പ്രൊഡ്യൂസർമാരൊന്നും ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനം. പിന്നെ ഞങ്ങളെ എർത്തായിട്ട് നടക്കുന്ന ചില വാലാട്ടികളായ പ്രൊഡ്യൂസർമാരുണ്ടല്ലോ, അതെ, ഇവരെ എർത്തായിട്ട് നടക്കണം. അതെ, അതാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അവരും കൂടെ മതി എന്നാണ്. പക്ഷേ ഈ മണ്ടന്മാരാലേ ഒന്നാമതേ എൻ്റെ ഗുരുനാഥനായ ജയസ് സാറ് അഭിനയം നിർത്തി. ആദ്യം കുറേ സിനിമ ചെയ്ത ആളാണല്ലോ, നാടകത്തിലെ സൂപ്പർ സ്റ്റാറായിരുന്നു. സാറ് നടനായപ്പോൾ, നല്ല സംവിധായകനായപ്പോൾ അഭിനയം പൂർണ്ണമായി ഒഴിവാക്കി. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിനിടയിൽ സാറിനോട് ഒരു മകനോടുള്ള വാത്സല്യം എന്നോടുള്ളതുകൊണ്ട് എനിക്കെന്ത് ചോദിക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ചോദിച്ചു, സാർ എന്താ അഭിനയം നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സാറ് പറഞ്ഞത്, ദിനേശേ, ഈ റോഡ് വക്കിൽ സർക്കസ് കാണിക്കുന്ന, കുരങ്ങനെ കൊണ്ടുവച്ച് സർക്കസ് കളിപ്പിക്കുന്ന ആളുകളുടെ കഥ അറിയുമോ? എന്നിട്ട് ഞാനില്ല സാർ. കരയടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ഈ കുരങ്ങൻ കരയും, ഇരിയട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ഇരിക്കും, ചാടറ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ കുരങ്ങൻ ചാടും, കിടയട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ കിട. ഈ റോളേ ഉള്ളൂ ഈ അഭിനയിക്കുന്നവർക്ക്. തലയിൽ ആൾ താമസമുള്ള ഒരു സംവിധായകനും ഒരു തിരക്കഥാകൃത്തും കയ്യിൽ പൈസ ഉള്ളൊരു നിർമ്മാതാവും കൂടി എടുക്കുന്നിടത്ത് കുരങ്ങൻ്റെ റോളേ ഉള്ളൂ മാർക്ക്. ചാറ, ഇരിയടാ, കരയടാ, കെട്ടിപ്പിടിയടാ എന്ന് പറയുമ്പോൾ അല്ല, ഈ നടന്മാർക്ക് പ്രൊഡ്യൂസർമാർ പൈസ ഇറക്കണമല്ലേ. ഇന്നതുണ്ടോ? അല്ല, അവിടെ നിന്നുകൊണ്ട് അവിടുന്ന് എപ്പോൾ വ്യതിചലിച്ചോ അവരുടെ കയ്യിൽ സിനിമ എന്ന് പറയുന്ന അപ്രമാദിത്വം ഈ നടിമാർ പാവങ്ങളെന്നേ നടന്മാരുടെ കയ്യിലേക്ക് എന്ന് പോയോ. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം, KR ഷൺമുഖം എന്ന് പറഞ്ഞ നല്ല തന്തയ്ക്ക് പറഞ്ഞൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. KR ഷൺമുഖത്തിൻ്റെ സെറ്റിൽ ഈ ഇന്ന് നടക്കുന്ന ഈ ചേർത്തല ജയന്മാർക്കൊന്നും ഒരു പുല്ലും ചെയ്യാൻ ഒക്കില്ല, വാതുറക്കാൻ പറ്റില്ല. 8-ാം തീയതി മമ്മൂട്ടി ഒരു സെറ്റിൽ എത്തേണ്ടതാണ്, ജോഷിയുടെ ആരുടെയോ ഒരു സെറ്റിൽ എത്തിയില്ല. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റിൽ അംബാസഡർ കാറിൽ ചെന്ന് ഷമ്മൂണ് ഇറങ്ങിയിട്ട് ആ ഡോർ അടയ്ക്കാതെ തുറന്നു വെച്ചിട്ട് നേരെ മമ്മൂട്ടിയുടെ അടുത്ത് ചെന്നട മമ്മൂട്ടി പറഞ്ഞത് പോവാണ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിരുന്ന മേക്കപ്പും അവിടെ ഇട്ടിരുന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട് കാറിൽ കയറിപ്പോയ ചരിത്രമുണ്ട് മലയാള സിനിമയിൽ. ഒരക്ഷരം ഷമ്മൂണിൻ്റെ മിണ്ടില്ല. പക്ഷേ നിർമ്മാതാക്കൾക്ക് പറ്റിയൊരു അബദ്ധം എവിടെയെന്ന് ചോദിച്ചാൽ, KR ഷൺമുഖത്തിനെയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് താരങ്ങൾ ഒതുക്കുന്നത്. ആ ഒതുക്കലിന് ഈ പ്രൊഡ്യൂസർമാർ കൂട്ടുന്നു. ഇക്കാര്യം ഇദ്ദേഹം, അതായത് പുതിയ പടം തുടങ്ങാൻ വേണ്ടി തുടങ്ങാൻ പ്ലാൻ ചെയ്തൊക്കെ വരുമ്പോൾ ആരാ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്? ഷൺമുഖം. പുള്ളിയെ മാറ്റണം കേട്ടോ, അപ്പം വെട്ടിമാറ്റി. അതായത് ഷൺമുഖനെ കൊണ്ട് വളർന്ന ഒരുപാട് നിർമ്മാതാക്കൾ ഷൺമുഖനെ വെട്ടി. അതിൻ്റെ ശാപമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം KR ഷൺമുഖന്മാരില്ലാത്ത, അല്ലെങ്കിൽ ഈ നടന്മാർക്ക് മാമാപ്പണി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ബ്രോക്കറായി നടക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വാങ്ങിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ 25 ലക്ഷം വാങ്ങി തരുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ ഒരു ഡയറക്ടറെയും ഒരു 2 ഫോണും പിടിച്ച് നടക്കുന്ന കുറേ മാമന്മാരുണ്ട് മലയാളത്തിൽ. നല്ല ചങ്കുറപ്പുള്ളവരുണ്ട് വേറെ. അതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരെ മൊത്തം അടച്ചാക്ഷേപിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ഓരോ നടന്മാർക്കും ഓരോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് ഇപ്പോൾ മാനേജർ. ഇതൊക്കെ പ്രൊഡ്യൂസർമാർ ആദ്യം പഠിക്കണമെന്നേ. ഓരോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ ഓരോ നടന്മാരുടെ ഏജൻറ്റാണ്. അപ്പോൾ ഇവൻ ഈ നടൻ്റെ റേറ്റ് കൂട്ടി കൊണ്ടുപോകും. കാരണം അവൻ്റെ പ്രീതി പറ്റി കമ്മീഷൻ അടിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ മുമ്പൊരു വിവാദം ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. തിരുവനന്തപുരത്തുള്ളൊരു നടൻ, ഒരു കോളേജ് അധ്യാപകനായിരുന്ന നടൻ, ഒരു ദിവസം 50,000 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്ന നടൻ്റെ ഡേറ്റ് മുഴുവൻ എറണാകുളത്തുള്ളൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കം പ്രൊഡ്യൂസർ കം തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കണ്ണട വെച്ച് കിടക്കുന്ന, മമ്മൂട്ടിയൊക്കെ പണ്ടാണെങ്കിൽ തലയിൽ കണ്ണട വെച്ച് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കിടന്നാൽ അവൻ അന്ന് സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് വിടും. ഇപ്പോൾ രണ്ടുപേരുടെ പോകണ അളിയനാണെന്ന് തോന്നും. അത്രയും അപ്രമാദിത്വം ഉണ്ട് അവന്. കാരണം അവന് നടന്മാരുടെ ഡേറ്റ് അവൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള ഈ നടൻ്റെ ഡേറ്റ് മുഴുവൻ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഒരു വർഷം 50,000 രൂപ വെച്ച് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അവൻ അതിന് 1 ലക്ഷം വെച്ച് വിൽക്കും.
അപ്പോൾ നടനെ വിളിക്കുമ്പോൾ നടൻ പറയും എൻ്റെ അല്ല കേട്ടോ ഡേറ്റ്, നിങ്ങൾ എറണാകുളത്ത് എൻ്റെ മച്ചാനെ വിളിക്കും എന്ന് പറയും. മച്ചാനെ വിളിക്കുമ്പോൾ മച്ചാൻ പറയും തരാം, എത്ര 4 ദിവസമോ, 4 ദിവസത്തേക്ക് 4 ലക്ഷം. ഇവിടെ 50,000 രൂപയാണ് ഇയാൾക്ക് കിട്ടുന്നത്, 2 ലക്ഷം അവൻ എടുക്കും. 4 ദിവസമാകുമ്പോൾ 2 ലക്ഷം രൂപ അവന് ചുമ്മാ കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറേ പിമ്പുമാരും കുറേ ഏജൻറ്റന്മാരും കൂടിയാണ് മലയാള സിനിമയെ നശിപ്പിച്ചത്. അത് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സംഘടനയിൽ ഒരുപാട് പേര് അത്തരക്കാരുണ്ട്. അതിലുള്ളവർ എന്നോട് പറയാറുണ്ട്, ഒരുത്തൻ 10 പടമൊക്കെ ആണെന്നേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യണേ. ഈ 10 അടുത്ത് പോകുമ്പോൾ പോകില്ല, ഒരു ഫോൺ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു റൂമിൽ ഇരുന്നിട്ട് സാറ് കൊടുക്കുകയാണ് ജോലി, ബാക്കിയെല്ലാം മാനേജർമാർ വെച്ച് ചെയ്യും. ഇങ്ങനെ ഇതിൽ പറയണമെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസർമാർ തിരുത്താനുണ്ടെന്നേ. ഒരു സമയം ഒരു പടത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെയോ അല്ലെങ്കിൽ ഒരു എഡിറ്ററെയോ ഒന്നും വയ്ക്കരുത്. ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ചിലവന്മാർ ഇങ്ങനെ പെട്ടെന്ന് വളർന്നു വരുന്ന തകര പോലെ മഴയത്ത് വളർന്നു വരികയും വെറിയത്ത് വാടിപ്പോണ കുറേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. യവന്മാരാണ് ഒരു പരിധിവരെ ഫെഫ്കയിലുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അത് കൺട്രോൾ ചെയ്യണം. എത്രയോ വർക്കില്ലാത്ത പാവങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ എത്രയോ കാലമായിട്ട് സിനിമ വർക്ക് ചെയ്യാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരുത്ത 5ഉം 10ഉം പടം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് ആ പരിപാടി നടക്കില്ല എന്ന്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാം, ഉണ്ണികൃഷ്ണൻ അങ്ങനെ വരട്ടിയാൽ ഉടനെ അവൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാവും. അവൻ്റെ പിന്നെ ടൈറ്റിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നായിരിക്കും. 10 പൈസ മുടക്കാതെ കൂട്ടിക്കൊടുപ്പും മറ്റേ വെട്ടിപ്പും മാത്രമേ ഉള്ളൂ, പക്ഷേ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അപ്പം ഞാനും കൂടെ ചേർന്നാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനിക്ക് ചെയ്തുകൂടെ ഒരേ സമയം 10 പടം നിൽക്കും. ഇങ്ങനത്തെ ഒരുപാട് തരികിട പരിപാടികളിലൂടെ നടക്കുന്നുണ്ട്. ഇത് ഫെഫ്കയ്ക്കും അറിയാം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അറിയാം. അവരിത് കൺട്രോൾ ചെയ്താൽ തന്നെ മലയാള സിനിമ കുറേ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ചെയ്യില്ല. നമുക്ക് നടന്നാൽ മതി കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ഈ ഫെഫ്കയുടെ തലപ്പത്തിരിക്കുന്നവന്മാർ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇവൻ തന്നെ ഈ പിമ്പ് തന്നെയാണ് എക്സിക്യൂട്ടീവ്. അപ്പോൾ പിന്നെ അവനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രൊഡ്യൂസർമാർ ചെയ്യേണ്ടത് അല്പം ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിയേറ്ററിൻ്റെ ലോണും കാര്യങ്ങളും പ്രശ്നങ്ങളും മാർവാടിയുടെ പലിശയും എല്ലാം കൂടെ പ്രൊഡ്യൂസർമാരെയും വിതരണക്കാരെയും തിയേറ്ററുകാരെയൊക്കെ വരിഞ്ഞു മുറുക്കും. എങ്കിൽ പോലും ഒരു ജീവൻ മരണ പോരാട്ടം പോലെ 6 മാസം വേണ്ട 3 മാസം തിയേറ്ററിൽ അടച്ചിടുക. കേരളത്തിൽ ഒരു തിയേറ്ററും തുറക്കരുത്. KSFDCയുടെ തിയേറ്ററിൽ മാത്രം കളിച്ച് എവനൊക്കെ പൈസ ഉണ്ടാക്കിട്ട് പാൻ ഇന്ത്യൻ തേങ്ങയെന്ന് പറഞ്ഞൊക്കെ എടുത്തോണ്ട് വരണില്ലേ, 150 കോടി ഞാൻ ഇപ്പം മുടക്കി, ഇനി ഒരു 200 കൂടെ മുടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. ഈ പടങ്ങൾ തല കുത്തനെ താഴെ വീഴണം, എങ്കിലേ മലയാള സിനിമ രക്ഷപ്പെടും. എനിക്കതിനകത്ത് ഇപ്പോൾ ഒരു സംശയം, ഈ സുരേഷ് കുമാർ ഇങ്ങനെ ഒരു സംഭവം പറയുകയും, സുരേഷ് കുമാർ അല്ല അത് പറഞ്ഞത്, അയാളെ തലയിൽ വെച്ചതാ. പിന്നെ കളിച്ചത് നന്നായി, കാരണം സുരേഷിനോടാണ് കളിച്ചത്. സുരേഷ് പറഞ്ഞല്ലോ ഏതറ്റം വരെയും പോവും, ഇവൻ്റെ ഒന്നും ഓലപ്പാമ്പിൽ നിൽക്കില്ല, കാരണം അയാൾക്ക് മോഹൻലാലിൻ്റെ ഡേറ്റ് ഒന്നും വേണ്ട. അല്ല, ഈ ആന്റണി പെരുമ്പാവൂർ പെട്ടെന്ന് ഇങ്ങോട്ട് തീരുമാനം പറയുന്നതും അല്ലെങ്കിൽ ഇതിനോട് ഇങ്ങനെ ഒരു എതിർപ്പ് പറയുന്നതും ഒക്കെ അവരുടെ ഒരു പുതിയ സിനിമ വരാൻ പോകുന്നുണ്ടല്ലോ, കോടികളുടെ കിലുക്കാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്ന എമ്പുരാൻ വരാൻ പോകുന്നു. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് സമരം തുടങ്ങുകയും, ഞാൻ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത്, എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു പരമശിവൻ്റെ പര്യായമാണ് എമ്പുരാൻ. ഞാൻ പറഞ്ഞു ഡിക്ഷണറി നോക്കി അർത്ഥം കണ്ടെത്തിയിട്ട് സിനിമയ്ക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. എമ്പുരാൻ്റെ അർത്ഥം എന്തെന്ന് ഷീണ്ടേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി നോക്കിയിട്ട് എമ്പുരാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്ന് നോക്കിയിട്ട് പോകാറില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു അത് പരമശിവൻ്റെ പര്യായമാണ്. നന്നായി, നമുക്ക് എന്തായാലും അറിവ് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എമ്പുരാൻ്റെ വരവും എമ്പുരാൻ വരുമ്പോൾ ഈ കോടികൾ വാരണമെന്നൊക്കെ അല്ലേ പറയുന്നത്, എന്താണ് അത് പറയുന്ന പോലെ ബറോസൊക്കെ വാരിയോ? അതെ, ബറോസൊക്കെ വാരി, ഇതുപോലെ കോടികൾ വാരാൻ വേണ്ടി ഒടിയം വാരി. അങ്ങനത്തെ സിനിമ വരുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു ആക്രമണം ഈ സുരേഷ് കുമാറിനെ പോലുള്ള സംഘടന, അവർക്കൊക്കെ അറിയാം സുരേഷ് കുമാർ അങ്ങനെ ചെയ്യില്ല. അല്ല ദിനേശ്, അതല്ല, അങ്ങനെ സംഘടന നടത്തുന്നതായിട്ട് ഈ ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള ആൾക്ക് തോന്നിയത് കൊണ്ടാണോ ഇതിനെ എതിർക്കാൻ കാരണം? അയാൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉള്ളതാണല്ലോ. പക്ഷെ അതിൽ നിന്ന് മാറി നിന്നിട്ട് ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇവർ സമരം തുടങ്ങാൻ പോകുന്നു വെച്ചാൽ നമ്മുടെ ഈ എമ്പുരാൻ ഇറങ്ങാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇറങ്ങിയ പ്രശ്നമാവും എന്നൊക്കെ ഉള്ളൊരു സാധാരണ. ഒരു എമ്പുരാനല്ലോ മലയാള സിനിമ. മലയാള സിനിമയിലെ 250 സിനിമ ഇറങ്ങണേൽ 248 പൊളിയുമ്പോഴേ. ഞാൻ പറയട്ടെ ദിനേശ് ചേട്ടാ, ഇവിടെ ഇപ്പോൾ 1-2 പേരെ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ ഈ സിനിമ പോകുന്നത്. അപ്പോൾ മമ്മൂട്ടി ആവട്ടെ, മോഹൻലാൽ ആവട്ടെ, ആരാവട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഫോക്കസിനകത്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് സിനിമയെ ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു മുഖമാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെത്, അല്ലേ? മോഹൻലാലിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം. ഞാൻ പറഞ്ഞ കണ്ണദാസൻ്റെ വരികൾ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ചിന്തിക്കുകയാണ് ഈ പറയുന്ന സുരേഷ് കുമാർ അടക്കമുള്ളവർ ചെയ്യുന്നത് ഞങ്ങളുടെ സിനിമയെ തകർക്കാനാണെന്നൊരു തോന്നൽ. അല്ല, അവരുടെ സിനിമ സുരേഷ് കുമാറിനൊന്നും തകർക്കാക്കൂല. മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ ഈ ജനകീയരായ ഒരാളുടെയും പടമൊന്നും അങ്ങനെ തകർക്കാനൊന്നും ആർക്കും പറ്റില്ല. പിന്നെ രണ്ടാമത് സുരേഷ് കുമാറിൻ്റെ 10-45 വർഷത്തെ അന്നം എന്ന് പറയുന്ന സിനിമയല്ലേ, അയാൾ അങ്ങനെ ഒരു സിനിമയെ തകർക്കാനൊന്നും അയാൾ ഇറങ്ങില്ല. പിന്നെ അയാളുടെ ഔദാര്യത്തിൽ സിനിമയിൽ വന്ന ആളല്ലേ മോഹൻലാൽ. അയാളെ തകർക്കാനൊന്നും സുരേഷ് കുമാർ അങ്ങനെയുള്ള ഒരാളല്ല. അയാൾ വിശാലമായി ചിന്തിക്കുന്ന വളരെ ഫ്ലെക്സിബിളായ ഒരു മനുഷ്യനാണ്. അയാൾ നിങ്ങൾക്കറിയാമല്ലോ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പക്ഷേ അയാളൊരു ഹൈന്ദവവാദിയോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനോ അല്ലെങ്കിൽ മോഹൻലാൽ പക്ഷക്കാരനോ ഒന്നുമല്ല.
ഏയ് അങ്ങനെ ആ ഒരു കള്ളിയിലും സുരേഷ് കുമാറിനെ കയറ്റാം. ഈ മോഹൻലാൽ പക്ഷക്കാരനോ അല്ലെങ്കിൽ മമ്മൂട്ടി പക്ഷക്കാരനോ ആയിരിക്കണം സിനിമയിലുള്ളവർ എന്നുള്ളൊരു വാദം വല്ലതും അതെങ്ങനെ മാത്രമേ 250 പടം എടുക്കണതിൽ രണ്ടുപേരും കൂടെ ചേർന്ന് 4 പടമാണ് ഒരു വർഷം ചെയ്യുന്നത്. ബാക്കി 246 പടം വേറെ ആണുങ്ങളല്ലേ അഭിനയിക്കുന്നത്. ഇവരെന്തിനു താങ്ങിയിരിക്കുന്നത്? ശരി, നമുക്ക് ആ മമ്മൂട്ടി മോഹൻലാലിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ നടന്മാരുണ്ടല്ലോ, യുവ നടന്മാർ, സൂപ്പർ സ്റ്റാറുകളായവർ, സ്വയമായവർ, ചിലരാക്കിയവർ, അങ്ങനെയുള്ള ചില നടന്മാരുണ്ടല്ലോ, അവരെല്ലാവരും ഇപ്പം നിർമ്മാതാക്കളാണ് അല്ലേ? ഈ നിർമ്മാതാക്കളും പിന്നെ ഈ തലതൊട്ടപ്പന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവരും കൂടെ ചേരുമ്പോൾ മലയാള സിനിമ സമ്പൂർണ്ണമായി അല്ലെങ്കിൽ അവർ സംഭൂചിതരായി എന്ന് തോന്നുന്നുള്ളൂ. അതോ അല്ല, അവർക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിലും ലിസ്റ്റൻ ശിവൻ്റെ കയ്യിലും കൂടെ ചേർന്ന് ഏതാണ്ട് 100ഓളം തിയേറ്ററുണ്ട്. അവർ ലീസിനൊക്കെ എടുത്ത് നടത്തുന്ന സ്വന്തം തിയേറ്ററും അടക്കം. ആ 100 തിയേറ്ററും കൈരളി KSFDCയിലെ തിയേറ്ററുകളും മതി എന്നൊക്കെ വിചാരിച്ചാണ്. തിയേറ്റർ യൂണിയനെ പുല്ലേ മാത്രം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുല്ലേ മാത്രം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊന്നും നിൽക്കിയില്ല. ഇതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും നേരം വെളുക്കില്ല. ഞാൻ കഴിഞ്ഞാണ് നിങ്ങളുടെ പറഞ്ഞ പോലെയാണ്. അതായത് സ്വർണ്ണക്കറണ്ടിയും കൊണ്ട് ജനിച്ച കൺമണി ബാബു അവസാനം വാടക വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അയാളൊരു ദ്രോഹിയായിരുന്നില്ല, പക്ഷേ സിനിമ എടുത്ത് തുലച്ചു. കവിതാ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ഏറ്റവും മനോഹരമായ തിയേറ്റർ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. കിട്ടിയ വിലയ്ക്കാണ് വിറ്റത്. മനസ്സിലായില്ല? അവസാനം അദ്ദേഹം 2ാമത് കല്യാണം കഴിച്ച ഭാര്യയും ഒരു മകനും ഉണ്ട്. അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. യവന്മാരൊക്കെ ഈ പറയുന്ന 4 മറ്റേ കോണത്തിലെ പടം എടുത്താൽ അത് വീണ്ടും പിച്ചെടുക്കാൻ ഈ തോന്നലില്ലാത്തതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ നിഗളിക്കുന്നത്. പിന്നെ ഇവരൊക്കെ ആലോചിക്കുന്നത് എന്താ അറിയാമോ? ഇപ്പോൾ ഏഷ്യാനെറ്റിലെ മാധവൻ നമ്മുടെ കയ്യിലുണ്ട്, രവി പിള്ള നമ്മുടെ കയ്യിലുണ്ട്, ബേബി മറൈൻ മറ്റേ കോഴിക്കോട്ടുള്ള ആശുപത്രി മുതലാളി അല്ലെങ്കിൽ മത്സ്യ കയറ്റുമതി ചെയ്യുന്ന കുറേ മുതലാളിമാർ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഇവർ വിചാരം ഇവരെയൊക്കെ എന്നും പറ്റിക്കാം. അവരിൽ നിന്ന് 50-100 കോടി വാങ്ങിച്ച് സിനിമ എടുത്തിട്ട് പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ട് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കാമെന്നൊക്കെ വിചാരിക്കുന്നതിൻ്റെ തെറ്റിദ്ധാരണയാണ്. എന്നും കിട്ടുകയെന്നില്ലെന്നേ. 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ 3 തവണയോ രവിപ്പിള്ള നിന്ന് കൊടുക്കും അല്ലേ? അത് കഴിയുമ്പോൾ അയാളും പറയില്ല വടവിള്ള എന്ന് പറയില്ലേ, അത് പറയും. അപ്പോൾ അതുകൊണ്ട് സിനിമ നിൽക്കാൻ ഇത്തരം കുറുക്കു വഴികളൊന്നും അല്ല ആവശ്യം. പിന്നെ ഈ ജയൻ ചേർത്തലമാർ പറയുന്ന, ഞാൻ അയാളെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്താ പറയുക, എൻ്റെ വലയത്തിൽ വലിയൊരു വേഷം ചെയ്ത ആളാണ് ജയൻ ചേർത്തലയോട് എന്തെങ്കിലും അല്ല, എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി അയാളെക്കുറിച്ച്. സുരേഷ് കുമാറിനെ ഒന്നും വിമർശിക്കാനൊന്നും വളർന്നില്ല എന്നേ. ഞാൻ വളർന്നോ? ഇല്ലല്ലോ. ഞാൻ പറയുന്നത് ജയനൊന്നും ഈ തടിയുണ്ടെന്നുള്ള അല്ലാതെ ബുദ്ധിയില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അയാളൊക്കെ സുരേഷ് കുമാറിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ വെല്ലുവിളിക്കുന്നു. ആലോചിച്ച് 3 വെള്ളിയാഴ്ച തേച്ചായില്ല അമ്മയുടെ കമ്മിറ്റിയിൽ വന്നിട്ട്. ആ സംഘടനയ്ക്കാണ് ദ്രോഹം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ അതിലുണ്ടായിരുന്നല്ലേ, ആ സംഘടനയ്ക്കാണ് ദ്രോഹം. അത് ആ സംഘടന തിരുത്തുന്നതാണ് നല്ലത്. മോഹൻലാലെങ്കിലും പേഴ്സണലായിട്ട് വിളിച്ച് പറയണം, മോനെ ഇങ്ങനത്തെ വിട്ടുതരങ്ങൾ പറയരുത് എന്ന് പറയില്ലാത്ത ഈ ഒരു സംഘടന അല്ലേ ഇപ്പോഴത്തെ. അത് പറഞ്ഞതാ കറക്റ്റ്. കാരണം ഞാൻ പറഞ്ഞതല്ലേ, അതായത് വായിലെ കുന്നിലപ്പനെ പോലെ അല്ലെങ്കിൽ കാറ്റ് പിടിച്ച പാറയെ പോലെ മോഹൻലാൽ ഇരിക്കും എന്നുള്ളതല്ലാതെ ആരെ തളയ്ക്ക് വിളിച്ചാലും മോഹൻലാൽ ഒന്നും മറുപടി പറയില്ലെന്നേ. മോഹൻലാൽ പറയണ്ടേ ജയനെ വിളിച്ച്, നീ ആരാടാ മോനെ പറഞ്ഞു സുരേഷിനെ? ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം കാണും. ജയൻ മേലിൽ ഇത്തരം വർത്തമാനങ്ങൾ അമ്മയിൽ ഇരുന്നുകൊണ്ട് പറയരുതെന്ന് പറയാനുള്ള ബാധ്യത മോഹൻലാലിനുണ്ടെന്നേ, പക്ഷേ ചെയ്യില്ല. പക്ഷേ ആ ചങ്കുറപ്പ് മോഹൻലാലില്ല. അത് ചങ്കുറപ്പില്ലായ്മയൊന്നുമില്ല, ചങ്കുറപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് നമ്മളറിയാത്ത. അതൊന്നും അല്ല പ്രശ്നം. സുരേഷിനെ ജയം ചീത്ത വിളിച്ചാൽ എനിക്കെന്ത് എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ല, അവർ വലിയ സൗഹൃദമാണല്ലോ. അല്ല, അതിപ്പോൾ ആ സൗഹൃദത്തിൽ വിള്ളൽ വീണ് കാണുമല്ലോ. കാരണം ഈ ആൻ്റണി വന്നപ്പോൾ മോഹൻലാലിൻ്റെ സൗഹൃദങ്ങൾ മുഴുവൻ വിള്ളൽ വീണല്ലോ. മോഹൻലാലിൽ ആരോടൊക്കെ ചങ്ങാത്തുണ്ടായിരുന്ന എല്ലാവരെയും അല്ലേ ആദ്യം വെട്ടി നിർത്തി. ഈ ആൻ്റണി സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്തു. ഏയ് ആൻ്റണി ഹൈജാക്ക് ചെയ്യുന്നു അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ആണോ? ഏയ് ആൻ്റണി പറയുന്നത് മാത്രം കേൾക്കുന്ന തരത്തിലേക്ക് മോഹൻലാൽ തരംതാണ് പോകുന്നത്. തരംതാണോന്നും ഞാൻ പറയില്ല, അതൊക്കെ അയാൾ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ആൻ്റണിയൊക്കെ എന്തും പറയാമെന്നുള്ളൊരു അവസ്ഥയിൽ എത്തിച്ചുവെങ്കിൽ അത് മോഹൻലാലിൻ്റെ ഗതികേടാണെന്ന് ഞാൻ പറയും. മോഹൻലാൽ തിരുത്തണമായിരുന്നു. അതെ, മോഹൻലാലിന് ഞങ്ങളുടെ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ആൻഡോ ജോസഫ് എന്താ ഇത്തരം വിട്ടിത്തരങ്ങൾ പറയാത്തത്? കുറേ കാലമായിട്ട് രമേഷ് പിഷാരടിയും ആൻഡോ ജോസഫും ഒക്കെ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ജോർജ് എന്ന് പറഞ്ഞ് മമ്മൂട്ടി എത്ര വർഷമായിട്ട്, ഞാൻ വർക്ക് ചെയ്ത പുറപ്പാടെന്ന് പറഞ്ഞ സിനിമയിലാണ് ജോർജ് ആദ്യമായിട്ട് മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് വരുന്നത്, M.O. ദേവസിയുടെ മകൻ. ആ ജോർജ് മമ്മൂട്ടിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അത് മോഹൻലാലിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ. ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെയും മോളിൽ കയറി കളിക്കുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയിൽ എല്ലാവരെയും മോളിൽ കയറി ഞാനാണ് മറ്റവനെന്ന് പറഞ്ഞ് കളിക്കുന്നുവെങ്കിൽ അത് മോഹൻലാൽ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ്. എന്നാൽ മമ്മൂട്ടി കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ഒരാളും ആവശ്യമില്ലാത്ത വാക്കുകൾ പറയില്ല, വിവരം അറിയും പറഞ്ഞാൽ. ആൻ്റണിക്ക് തോന്നി കാണും, ആൻ്റണി ഡ്രൈവറിൽ നിന്ന് പ്രൊഡ്യൂസറിലേക്ക് എത്തിയപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഈ ഡ്രൈവർമാരായ എത്രയോ പേര് പ്രൊഡ്യൂസറായിരിക്കും, പ്രൊഡക്ഷനിൽ ആഹാരം കൊടുക്കാൻ നടന്ന എത്രയോ പേര് സംവിധായകരായിരിക്കും. മാന്യമായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ തോന്നലുണ്ടാകുന്നതായിരിക്കാം ഞാൻ മോഹൻലാലിന് മുകളിലാണ് എന്ന് തോന്നി. അതിനാണ് പറയണത്, പണ്ടുള്ളവർ പറയും വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. മനസ്സിലായില്ലേ? ഏതോ വിനാശം വരാനുള്ള കാലമായതുകൊണ്ടാണ് ഈ വിപരീത ബുദ്ധിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഫിലിം ആൻ്റണിക്ക് തോന്നിക്കാണും അപ്രാപ്യനാണ് ഞാൻ ഒന്ന് കിലുക്കിയാൽ
1000 കോടി വേണമെങ്കിൽ കടം തരാൻ ആൾക്കാർ മോഹൻലാലിൻ്റെ കറാഫിൽ ലോകം മുഴുവൻ പണക്കാരന്മാർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുണ്ടല്ലോ. ആ ബന്ധം പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് മോഹൻലാൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാലേ ഈ ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും. അന്ന് ആ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആൻ്റണി പെരുമ്പാവൂർ ഇങ്ങനെയൊക്കെ വാചകങ്ങൾ അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അയാൾ സംഘടനയ്ക്ക് അതീതനായി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘടന എന്തായാലും ഇന്നലെ നോട്ടീസ് കൊടുത്തു 7 ദിവസത്തിനകം മറുപടി തരണം. എനിക്ക് തോന്നുന്നു 7 ദിവസമല്ല ഒരു പുല്ലും മറുപടി തരില്ല എന്ന് അയാൾ പറയില്ല. അയാൾ സംഘടനയ്ക്ക് അതീതമായി സംഘടനാ ചട്ടങ്ങൾ ഒതുങ്ങി ഞാൻ നിൽക്കാമെന്ന് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഫിലിം ചേംബർ ആവട്ടെ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവട്ടെ അവരുടെ രീതിയിൽ അവർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും. അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല ഒരു സംഘടനയ്ക്ക് ഒരു ചട്ടക്കൂട് ഉണ്ടായിരിക്കുമല്ലോ. ആ ചട്ടക്കൂട് അല്ലെങ്കിൽ സംഘടന പിരിച്ചു വിടണം. കാരണം ചില വലിയവന്മാർക്ക് മാത്രമായിട്ട് വയലേറ്റ് ചെയ്യുന്നെങ്കിൽ ആ സംഘടന പിരിച്ചു വിടണം. അപ്പം അങ്ങനെ അല്ലാതെ എല്ലാവരും തുല്യരാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് ഒരു സംഘടനാ സംവിധാനം വളരേണ്ടതുണ്ട്. പക്ഷേ ആ സംഘടനാ സംവിധാനം ഇവരിൽ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ അമ്മയിൽ നമ്മൾ കാണുന്ന ആ അപ്രമാദിത്വമാണ്. കാരണം നടന്മാരിൽ ചിലർ മാത്രം ഞങ്ങൾ മതി, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള തരത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ കൊണ്ടുനടക്കും അങ്ങനത്തെ സമീപനം ചെയ്യുന്നില്ലേ? പക്ഷെ അത് ആവശ്യമുണ്ടോ? അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ വിവരവും വിദ്യാഭ്യാസവും തലയിൽ ആളുതാമസവുമുള്ള മധുസാറിനെ പോലെ, MG സോമനെ പോലെ, ബാലചന്ദ്ര മേനോനെ പോലെ, ഇന്നസെൻറ്റിനെ പോലെ, വിദ്യാഭ്യാസമൊന്നും അല്ല പ്രശ്നം, ഇന്നസെൻറ്റിനെ പോലെ പ്രായോഗികമായി ചിന്തിക്കാവുന്ന, ഇന്നസെൻ്റൊക്കെ സിനിമ എടുത്ത തുടക്കകാലത്ത് എടുത്ത കഥകൾ കേട്ടാൽ കരയും നമ്മൾ. അങ്ങനെയാണ് അദ്ദേഹം സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് സിനിമയുടെ വിഷമങ്ങളറിയാം. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ പോലുള്ളവരുണ്ടായിരുന്നുവെങ്കിൽ അമ്മ ഈ തരത്തിൽ നാഥനില്ല എന്നുള്ള വർത്തമാനം പറയിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് സംഭവിക്കുന്നത് അതുപോലെ സംസാരിക്കാൻ പറ്റിയ ഒരാളും ഇപ്പോൾ ഇല്ല. ഉള്ളതെല്ലാം അണ്ണാ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു. ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പയ്യന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ട്. ആൻ്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടണം അണ്ണാ ഓക്കെ അല്ലേ. അതുപോലെ എന്തോ 7 അടി പൊക്കും 2 റാത്തൽ വണ്ണമുള്ള ഒരു പയ്യുണ്ടല്ലോ, എന്താ ഉണ്ണിമൂന്ത്. ഇവനൊക്കെയാണ് ഇപ്പം മലയാള സിനിമ ഭരിക്കുന്നത്. ഒരു പടം ഓടിയേ ഉള്ളേ, ഒരു പടേ ഓടിയുള്ളൂ. ഹീറോ ആയില്ലേ? പിള്ളേരെ വലിച്ചേറി കാണിച്ച് സെൻസർ ബോർഡ് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന ഒരു വയലൻസിൻ്റെ അങ്ങേ അറ്റം എത്തിച്ച ഒരു സിനിമ എടുത്ത് അത് ഓടി. കാരണം ഇവിടെ ഇപ്പം ഞാൻ ഇന്ന് മാതൃഭൂമി പത്രം വന്നിട്ടേ ഞാൻ ഇന്ന് തുറന്നു നോക്കിയിട്ടില്ല. കാരണം അതിൽ 4 പേജ് ഇന്നലെ രാത്രി ഒരു വീട്ടിലൊരു പയ്യൻ മയക്കുമരുന്നടിക്കുന്ന ഒരു പയ്യൻ 5 പേരെ, അവൻ്റെ അമ്മ അടക്കം 5 പേരെ, അവൻ്റെ അനിയനടക്കം, ജീവിതം എന്തെന്ന് അറിഞ്ഞാത്ത 13 വയസ്സുകാരനടക്കം 5 പേരെ വെട്ടിക്കൊന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ മാതൃഭൂമിയിൽ 4 പേജ്. ഞാൻ അതുകൊണ്ട് മാതൃഭൂമി പേപ്പർ വായിച്ചില്ല, മടക്കി വെച്ചു. കാരണം എനിക്കത് കാണാൻ വയ്യ. പക്ഷേ അത് വായിക്കുന്ന ആഘോഷിക്കുന്നവരുള്ളതുകൊണ്ടാണ് ഇന്ന് മാതൃഭൂമി 4 പേജ് അടിച്ചേക്കുന്നത്. PC ജോർജിനെ അറസ്റ്റ് ചെയ്തത് പോലും വാർത്തയല്ല, നേരെ മറിച്ച് ഈ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കാണല്ലോ. അത് തന്നെയാണ് ഈ പറയുന്ന മാർക്കോയും മറ്റവനും ഒക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ചക്ക വീണ് മൊയിൽ ചാവൂല്ലോ. ഒരു മാർക്കോ ഓടിയപ്പോൾ അവനും വിചാരിച്ചാണ് അണ്ണാ ഓക്കെ അല്ലേ എന്ന്. ഉടൻ ആൻ്റണീരെ എടുത്ത് അങ്ങ് പോകും. ആൻ്റണീരെയൊക്കെ പോസ്റ്റ് എടുത്ത് റീപോസ്റ്റ് ചെയ്യാൻ നടക്കുന്നതിൻ്റെയൊക്കെ നിലവാരം ആലോചിച്ച് നോക്കി. എന്ത് ചെയ്യാനത്? ആൻ്റണിക്കോ കണ്ടവനാണ് എഴുതി കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞാണല്ലോ, ഭാനുപ്രകാശുമാരുള്ളതുകൊണ്ട്, ആസ്ഥാന വിദൂഷകന്മാരുള്ളതുകൊണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എഴുതി കൊടുക്കാൻ ആളുകളുള്ളതുകൊണ്ട് അതൊക്കെ എടുത്ത് ഇടുന്നേ ഉള്ളൂ. അതിനെ എടുത്ത് റീപോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കിയേ. ദിനേശേട്ടാ, പണമാണ് ഇതിൻ്റെ എല്ലാം. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പണം അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ പണമൊന്നുമല്ല. അല്ല, ഇവരുടെ അല്ല ഈ എഴുതി കൊടുപ്പുകാരുടെയൊക്കെ ലക്ഷ്യം അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ അവനെയൊന്നും ഞാൻ പത്രപ്പുറത്തൊന്നും പോലും പറയില്ല, എഴുത്തുകാരനൊന്നും പറയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, 10-15,000 രൂപ വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പണമാണ് അൾട്ടിമേറ്റ്. ജീവിതത്തിൽ പണമാണ് മുഖ്യമെങ്കിൽ ഞാൻ എന്തെല്ലാം മാമാപ്പണി വരെ ചെയ്ത് ഞാൻ എവിടെ എത്തിയത്? അല്ല, ഞാൻ പറയുന്നത് അല്ല, അങ്ങനെ ഉള്ളവരുണ്ടെന്ന്. ദിനേശിനെ പോലെ ചിന്തിക്കുന്ന പണമാണ് എല്ലാം എന്ന് വിചാരിക്കാത്ത ചിന്തിക്കാത്ത ഒരുപാട് പേര്. പക്ഷെ അതാണ് ഇങ്ങനെയുള്ളവരുടെ ഈ ഇത്തൽക്കണ്ണികളായി നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. അത് പിന്നെ ഉറപ്പായിട്ടില്ലേ. രാമോജി റാവു ഫിലിസിറ്റി പോലുള്ള കേരളം വിട്ടുള്ള സ്റ്റുഡിയോകളിൽ മലയാള സിനിമ ചിത്രീകരിക്കുമ്പോൾ നടക്കുന്ന പണികളെപ്പറ്റി ഓരോരുത്തരും എനിക്ക് പറഞ്ഞു തന്ന കഥകൾ കേട്ടാനല്ല നാണം തോന്നുന്നു. എന്നിട്ട് അവനൊക്കെ താടിയും മീശയൊക്കെ വെച്ച് നടക്കുകയാണ് ആണെന്നും പറഞ്ഞു. ഏതാണ് ഈ രാമചന്ദ്രരാവിലോ? അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അല്ല, അതുപോലുള്ള സ്റ്റുഡിയോകളിൽ മലയാള സിനിമ നടക്കുമ്പോഴേ, കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിൽ മലയാള സിനിമ നടക്കുമ്പോൾ ഈ താടിയും മുടിയും വെച്ചവന്മാരൊക്കെ കാണിക്കുന്ന പണികൾ അത്രയിൽ നിർത്താം. അതിനേക്കാളും നിലവാരമില്ലാത്ത വാക്ക് ഞാൻ പറയുന്നില്ല. പണികളെന്ന് പറയുമ്പോഴത്തേനും അല്ലേ, ഇവനൊക്കെ പിന്നെ തരം താണെന്ന് പറഞ്ഞാൽ തരം താണയ്ക്ക് നാണക്കേടായിരിക്കും. അതിനും താഴെയുള്ള പണികൾ ചെയ്തിട്ട് ഇവനൊക്കെ ഈ പറയുന്ന പോലെ താരങ്ങളുടെ ഉച്ചിഷ്ടവും അമേത്യവും കഴിച്ച് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് പുച്ഛം തോന്നും. പലവന്മാരെ കാണുമ്പോഴും ഞാൻ പരിചയം പോലും കാണിക്കില്ല. കാരണം എനിക്കിഷ്ടമല്ല അവനെയൊക്കെ. അങ്ങനത്തെ നികൃഷ്ടമായ ജോലികൾ ചെയ്തിട്ട് വലിയ മറ്റവന്മാരായിട്ട് നടക്കുന്നവന്മാരുടെ കാലമാണ് മലയാള സിനിമ. ഇപ്പോൾ മലയാള സിനിമ ഈ മലയാള സിനിമയുടെ അപജയമായിട്ട് കരുതുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണ്, അതോ ഈ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത കുറേ നടന്മാരും കുറേ ടെക്നീഷ്യൻസും കുറേ സംവിധായകരും കുറേ നിർമ്മാതാക്കളുമാണോ? എന്താണ് ഇതിൻ്റെ എല്ലാം കൂടി ചേർന്ന് തന്നെ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫെഫ്ക ഇന്നലെ ജനറൽ ബോഡി കൂടിയല്ലോ. ഫെഫ്ക ഡയറക്ടേഴ്സിൻ്റെ ഇലക്ഷൻ ആയിരുന്നു.
കുറേ പേര് എതിരില്ലാതെ തിരഞ്ഞെടുത്തു. എല്ലാം ഈ ഭവനമുള്ളിലെ പട്ടിക്കുട്ടി പോലെ ഫെഫ്ക തുടങ്ങിയ കാലം മുതൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെയൊക്കെ എതിരില്ലാതെ അങ്ങ് തിരഞ്ഞെടുത്തു. കുറേ എക്സിക്യൂട്ടീവുമാരുടെ മത്സരം നടന്നു. അവിടെ എല്ലാം ഉണ്ണികൃഷ്ണന്മാർ വെട്ടി നിരത്തി ഔദ്യോഗിക ഭാരവാഹികളെന്ന് പറഞ്ഞാൽ അവരെ തന്നെ ജയിപ്പിച്ചു. ഇന്നലെ നിങ്ങളുടെ ഡയറക്ടേഴ്സ് യൂണിയൻ അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ ഇലക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരെ പാനലിൽ തന്നെ ജയിച്ചു. അപ്പോൾ അവർ ആരെയൊക്കെ നിർത്തി അവരെ തന്നെ ജയിപ്പിച്ചെടുത്തു. ഒരു ഏകാധിപതിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ജനാധിപത്യ രാജ്യത്തൊന്നും ജനാധിപത്യ സംഘടനയിലൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തു, പോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നലെ ഫെഫ്കയുടെ ഈ പറയുന്ന ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് ഈ ജനറൽ ബോഡിയിൽ ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തതെന്ന് ചോദിച്ചേക്ക് ഒരു ചുക്കും ചർച്ച ചെയ്തില്ല. ഉണ്ണികൃഷ്ണൻ ഒരു വിടപറയൽ പ്രസംഗം നടത്തി. ഞാൻ കുറച്ച് കാലത്തേക്കെങ്കിലും ഇതിൽ മാറി നിൽക്കാം, പുതിയ യുവരക്തങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞൊരു വയസ്സായ രക്തമായിരിക്കും വരാൻ പോണേ, അത് പോട്ടെ. എന്നിട്ട് ഞാൻ സഹകരണ ആശുപത്രി ഫെഫ്കക്കാർക്ക് വേണ്ടി ഞാൻ ആശുപത്രി കൊണ്ടുവരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, എന്നും ഫെഫ്കയ്ക്ക് ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കാലത്തേക്ക് ഞാൻ ഔദ്യോഗിക ഭാരവാഹിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ തലവനായിരുന്നോട്ടെ. പക്ഷേ മലയാള സിനിമയിൽ വരാൻ പോകുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലൈൻ പ്രൊഡ്യൂസറായിട്ട് എല്ലാ പടങ്ങളുടെയും ലൈൻ പ്രൊഡ്യൂസർ ഉണ്ണിയാണ്. ഉണ്ണിയുടെ പടങ്ങളെല്ലാം ബോംബെയിലുള്ള ഒരു വലിയ കോടീശ്വരനോട് ഒരു ബജറ്റ് പറഞ്ഞ് 30 കോടിക്ക് ചെയ്തു തരാം അല്ലെങ്കിൽ 40 കോടിക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ആ 40 കോടിയിൽ നിന്ന് 30 തീർക്കുമെങ്കിൽ 10 കോടി ഉണ്ണികൃഷ്ണൻ കിട്ടും. അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പുള്ളി കാശുണ്ടാക്കണം. അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ മലയാള സിനിമയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു വരി പോലും ഇന്നലത്തെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. അത്ര സില്ലിയായിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കാണുന്നത്. കാരണം താരങ്ങളെ താങ്ങി നിന്നാൽ മതി. മനസ്സിലായില്ലേ? എടാ, നമ്മളൊരു 8 പേരില്ലേ ഇപ്പോൾ സ്ഥിരമായിട്ട് പടം എടുക്കുന്നവർ. നമ്മൾ സൂപ്പർ താരങ്ങളെ ചാക്കിട്ട് നിന്നാൽ മതി. അവരെ സൂചിപ്പിച്ച് നിന്നാൽ നമുക്ക് ഡേറ്റ് കിട്ടും. അതുകൊണ്ട് നമ്മളൊരു അക്ഷര ജനറൽ ബോഡിയിൽ സംസാരിക്കും. കാരണം ഇവിടെ സംസാരിച്ചാൽ അപ്പോൾ തന്നെ താരങ്ങളറിയും. മോഹൻലാലിനെതിരെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതറിയും. അതറിയാതിരിക്കാൻ വേണ്ടി അത് ചർച്ചയ്ക്കേ എടുത്തില്ല. ഈ രഞ്ജി പണിക്കർമാരെങ്കിലും അത് ഒരു വരിയെങ്കിലും എടുത്ത് ആ ജനറൽ ബോഡി പറയണമായിരുന്നു. ഞാൻ പറയുമെന്നാണ് കരുതിയത്, പറഞ്ഞില്ല. അവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് താരങ്ങളെ താങ്ങി നിന്നാൽ പണിക്കരൊക്കെ ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നതാണ്. അതല്ല, അവർ ഇതിൽ രസം എന്തിനെന്നറിയാം. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ചെയർമാനാണ് രഞ്ജി പണിക്കർ, അമ്മയിലെ മെമ്പറാണ്. ഒരേ സമയത്തിന് അഭിനയിക്കുക. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിലെ മെമ്പറാണ്, അമ്മയിലെ മെമ്പറാണ്. അമ്മയിൽ ഈ ആന്റണി പെരുമ്പാവൂർ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വേഷം ചെയ്യുന്ന ആന്റണി പെരുമ്പാവൂരിന് എങ്ങനെ ഇത് കൊടുക്കും? മെമ്പർഷിപ്പ് കൊടുക്കും? മെമ്പർഷിപ്പ് കൊടുക്കുമായിരിക്കും. കൊടുക്കാൻ പാടില്ലല്ലോ. എങ്കിൽ പിന്നെ കേരളത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ ഇപ്പോൾ എമ്പുരാനിലൊക്കെ നിൽക്കുന്ന 1000 പേരിങ്ങനെ 1000 പേര് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണ്ടായി. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം അല്ലാതെ വേറൊന്നും ആന്റണി ചെയ്തിട്ടില്ല. പക്ഷേ ആന്റണി പെരുമ്പാവൂർ അമ്മയിലെ മെമ്പറാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്തുള്ള കള്ളക്കളികൾ, ഇതെല്ലാം എല്ലാ കളികളാണ്. ഞാൻ പറഞ്ഞില്ലേ, രഞ്ജി പണിക്കർ അമ്മയിലെ മെമ്പർ, ബന്ധമില്ലെങ്കിൽ ഫെഫ്ക ചെയർമാനായ അല്ല ജനറൽ സെക്രട്ടറി ആയ ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പറാണ്. ഇവരെല്ലാവരും ഈ കളിക്കേണ്ടവരെല്ലാം എല്ലാ സംഘടനയിലും ഉണ്ട്. എന്തിനെന്നറിയോ? നമുക്ക് ദോഷം വരുന്ന എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട്. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഘടനകൾക്ക് പറ്റിയിരിക്കുന്ന. അപ്പം ഈ എല്ലാ സംഘടനകളിലും ഈ പറയുന്ന ആൾക്കാർ അവരവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഘടനകളെന്ന് പറയപ്പെടുന്ന ഒരിക്കലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ദിനേശേട്ടൻ പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലെ സംഘടനകളെ അല്ല. അതിൻ്റെ പ്രശ്നം എന്താ പറയുക? ഇപ്പോൾ അമ്മയിലൊരു മെമ്പർഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം എന്തോ അടയ്ക്കണം. ആന്റണിമാർക്കേ അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ വലിയ അടയ്ക്കാൻ പറ്റും. നമ്മൾ ഇടയ്ക്കൊരു വിഷയമുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. മുകേഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ അമ്മയിലെ അംഗത്വം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള വിഷയം, അതൊരു കൂതറ വിഷയം. അത് നമ്മൾ വിട്ടുന്നു. അല്ല, അത് മുകേഷിൻ്റെ അച്ഛൻ O മാധവൻ എന്ന് പറഞ്ഞ ആളിൻ്റെ വലിയ മനുഷ്യനായ ആ മനുഷ്യൻ്റെ സംഘടന അല്ലല്ലോ, അങ്ങേര് കൊണ്ട് കിടക്കണമല്ലോ. അല്ല. അപ്പം മുകേഷിൻ്റെ കൂടെ കയറി കിടന്നാൽ അംഗത്വം എങ്ങനെ കിട്ടും? കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആ പെണ്ണ് ആലോചിക്കണ്ടേ? ഞാൻ ഇയാളെ കൂടെ സഹസേന നടത്തിയാൽ എനിക്ക് ഇയാൾ എങ്ങനെ മെമ്പർഷിപ്പ് തരും? ഇവനാണെങ്കിൽ ഒരാൾക്ക് പച്ചവെള്ളം വാങ്ങിച്ചു കൊടുക്കാത്ത ആളാണ് മുകേഷ്, നക്കിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ എന്തായാലും എനിക്ക് വേണ്ടി 5 ലക്ഷം രൂപ അടക്കിയില്ല, 5000 രൂപ പോലും അടക്കിയില്ല. അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്നെ വഞ്ചിച്ചു എന്ന് കോടതി പറയണത്, അല്ലെങ്കിൽ കേസിൽ ബലം കിട്ടാൻ പറയുന്നത് കള്ളമാണ്. ഇടവള ബാബുവും കൊടുക്കാന്നല്ലേ പറഞ്ഞത്? ഇടവള ബാബുവും പറഞ്ഞത് മെമ്പർഷിപ്പ് തരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഇടവള ബാബുവിന്റെ കുടുംബ ആന്റണി പെരുമ്പാവിനെ പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അവിടെ കയറി പറ്റാൻ വലിയ ഒരു പ്രശ്നമില്ല. പൈസ ഉണ്ടായിരുന്നത്. അതെ, പൈസ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നല്ല സപ്പോർട്ടിങ് അതിന് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നാൽ മതി. മോഹൻലാലിനെ പോലെ ഉണ്ടായിരുന്നാൽ മതി. ഇന്നലെ അവിടെ എന്താ പറയുക, ബേസിൽ ജോസഫ് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബേസിൽ ഫെഫ്കയിലെ മെമ്പറാണ്, ഡയറക്ടേഴ്സ് യൂണിയനിലെ മെമ്പറാണ്. പിന്നെ അയാൾ ഡയറക്ടറല്ലേ? ഞങ്ങളുടെ അയാൾ അമ്മയിലുണ്ട്, അമ്മയിലും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇപ്പം അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് എല്ലാത്തിലും ഉണ്ട്. സർവേ ഈ ജഗദീഷ് കുമാർ നന്ദനത്തിൽ പറഞ്ഞാൽ കുമ്പിടിയാണ് എല്ലാം. ഒരേ സമയം തന്നെ പലതിലും കാണും കുമ്പിടികൾ. മനസ്സിലായില്ലേ? ഇവരാണ് ഇപ്പോൾ സംഘടനകൾ നിയന്ത്രിക്കുന്നത്. ഈ വക കാര്യങ്ങൾ കൊണ്ടാണ്.
മനസ്സിലായി. നമുക്ക് ഈ സുരേഷ് കുമാറിന്റെ സംഘടനയും ഫിലിം ചേംബറും ഒക്കെ സമരവും ആയിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ അതിലെ ആർജവമുള്ള കുറച്ച് പേര് അതിലുണ്ട്. ഇപ്പോൾ പഞ്ചാബി ഹൗസ് പോലുള്ള ഒരു സിനിമ എടുത്ത ശേഷം തെങ്കാശി പട്ടണം പഞ്ചാബി ഹൗസ് എടുത്തിട്ട് അതിനുശേഷം പഞ്ചാബി ഹൗസ് അത് എടുത്ത ശേഷം സാഗ അപ്പച്ചൻ പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സൂപ്പർ ഹിറ്റായ പടത്തോടു കൂടി പുള്ളി ഈ നിർമ്മാണം നിർത്തി. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ കയ്യിൽ നിന്ന്, കാരണം ഷമ്മു അണ്ണൻ തുടക്കം മുതൽ അവസാനം വരെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്ത സാഗ പിക്ചേഴ്സിൻ്റെ ആദ്യ പടം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഷമ്മു അണ്ണനെ ഒന്നും മലയാള സിനിമ അടുപ്പിക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇനി നടക്കാതിരിക്കുന്നതാണ് ഭംഗി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആളാണ്. എവർഷൈൻ മണിയണ്ണൻ, നമ്മുടെ സുരേഷ് കുമാർ, സിയാദ് കോക്കർ, നല്ല ചങ്കൂറ്റുള്ള നല്ല തന്തയ്ക്ക് ഓർന്നവർ ഒരുപാടുണ്ടെന്നേ അതിൽ. ഇന്നലെ വന്ന ഈ വാഴപ്പിണ്ടികളല്ലാത്ത ഒരുപാട് പേരുണ്ട് അതിൽ. ഞാൻ പറയുന്നത് അവരൊരു വ്യക്തമായൊരു തീരുമാനം എടുക്കണം. എല്ലാവരെയും വിളിച്ച് സംസാരിച്ചിട്ട് ലിസ്റ്റ് ശിവനൊക്കെ ഇപ്പം പടം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ലിസ്റ്റിനെയൊക്കെ വിളിച്ചു, ലിസ്റ്റ് നമുക്കിത് അവസാന ബസ്സാണ്, ഇത് വിട്ടുപോയാൽ ഈ ലാസ്റ്റ് ബസ് പോയാൽ ഇനി പിടികിട്ടില്ല, നമുക്കൊരു 3 മാസം പുല്ല് അടച്ചിടാമെന്നേ, എന്ത് നഷ്ടം വന്നാലും ഇനി ജപ്തി വന്നാലും ശരി അടച്ചിടാം, യവന്മാർ 3 മാസം വീട്ടിൽ ഇരുന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ യവന്മാർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എവിടെ കൊണ്ട് കളിക്കും നോക്കാമല്ല. ഇത് കളിക്കാൻ തിയേറ്റർ വേണ്ടേ, 1000 തിയേറ്ററിൽ കളിച്ചെന്ന് പറഞ്ഞാൽ തിയേറ്റർ ഉണ്ട്, യവന്മാരത് ആലോചിക്കുന്നില്ല. പിന്നെ കരിങ്കാലിപ്പണി ലിബർട്ടി ബഷീർ ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തായാലും വിജയകുമാർ ചെയ്യില്ല, ഫിയോക്കിൻ്റെ തലവൻ ചെയ്യില്ല, അയാൾ എന്താ പറയുക വ്യക്തിത്വമുള്ളൊരു തന്നെ. അപ്പം ഞാൻ പറയുന്നത് ഒരു 3 മാസം അടച്ചിടുന്നതിനാണ് സർക്കാരിനെയും നേരെ വഴിക്കും. ഞാൻ കേൾക്കട്ടെ, 2 ലക്ഷം രൂപയാണ് ഒരു പടം ചിത്രാഞ്ജലി കൊണ്ടുവന്ന് ചെരജ കൊടുക്കുന്ന സബ്സിഡി. തോമസ് ഐസക്കിൻ്റെ കാലം മുതൽ കേൾക്കുകയാണ് ഒരു 10 ലക്ഷം രൂപ ആക്കി തരും. കൊച്ചു പടങ്ങൾ ഇന്ദ്രൻസിനെയൊക്കെ വെച്ച് ചെയ്യുന്ന കൊച്ചു പടങ്ങൾക്ക് ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമാണ്. ഇത് 2 ലക്ഷം കൊടുത്തിട്ട് തിരുവല്ലത്ത് നിന്ന് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേ 3 ലക്ഷത്തിൻ്റെ ബില്ല് വരും, 2 വെയിറ്റ് ബാക്കി 3 അടയ്ക്കാൻ. ഇപ്പോൾ ഒരു പടം ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം, സാറേ അത് ഇറക്കാൻ പറ്റാതെ ചെറിയ പ്രശ്നത്തേക്കാണ്, എനിക്ക് സാറിനൊന്ന് നേരി കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ വന്ന് എന്നെ കണ്ടു. അതിനെ കണ്ടാലറിയാം അവൻ്റെ എല്ലാം തകർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയണത്, സാറേ സബ്സിഡി 2 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് ചെയ്തത്, ഇനിയൊരു 3.5 രൂപ അടയ്ക്കണമെന്ന്. ചിത്രാഞ്ജലി ഇതാണ് സംഭവം. ഒരു 10 ലക്ഷം രൂപ സബ്സിഡി, ടാക്സിൽ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ, ഇതൊന്നുമില്ലെങ്കിലും തിയേറ്ററുകാരുടെ LT7 എന്ന് പറയുന്ന 7A എന്ന് പറഞ്ഞ താരിഫ് മാറ്റിയിട്ട് LT4 മാറ്റി കൊടുത്താൽ തന്നെ കറണ്ടിൻ്റെ ഭയങ്കര വേരിയേഷൻ വ്യത്യാസം വരും. എന്തൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടല്ലേ. ഇവിടെ കഷ്ടകാലത്തിന് എന്ത് പറ്റുന്നില്ല, പിണറായി വിജയൻ്റെ 2ാം സർക്കാരിൽ പറ്റിയൊരു കുഴപ്പം, ഈ സാംസ്കാരിക വകുപ്പിൻ്റെ ചുക്കോ ചുണ്ണാമ്പോ എന്ന് അറിഞ്ഞാത്ത എൻ്റെ ഒരു സഖാവാണ് അതിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അയാളൊരു നല്ല ട്രേഡ് യൂണിയൻ നേതാവാണ്, നല്ല പിരിക്കാനൊക്കെ അറിയാം. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഏറ്റവും ചുരുങ്ങിയത് ആ വീണ ജോർജ്, ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ വിഷനിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്നതാണ്, ആ വീണ ജോർജിനെങ്കിലും അല്ലെങ്കിൽ MP രാജേഷിനെ പോലെ അല്ലെങ്കിൽ റിയാസ് മരുമകനായ റിയാസിനായാലും കുഴപ്പമില്ലായിരുന്നു, കൊടുത്തിരുന്നെങ്കിൽ ഈ സാംസ്കാരിക വകുപ്പ് ഇങ്ങനെ അതപ്പതിക്കില്ലായിരുന്നു. അവരെ പോലെ ഒരാളെ വെച്ചിട്ട് സർക്കാരിന് സിനിമയ്ക്ക് സഹായിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയാൻ ഫിലിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം, പിണറായി വിജയൻ്റെ ആദ്യത്തെ സർക്കാരിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ഇതിൻ്റെ ടൂറിസത്തിൻ്റെ ചുമതല ചെറിയാൻ ഫിലിപ്പിനായിരുന്നു. ഈ ബസ്മാസൂറിന് വരം കൊടുത്തോലായിപ്പോയി. കേരളത്തിലെ സർക്കാരിൻ്റെ ഒരൊറ്റ സ്ഥാപനം സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ കൊടുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. എന്തൊരു ക്രൂരം. ഇപ്പം UDF ഇനിയിപ്പോൾ UDF ആയിട്ട് അധികാരത്തിൽ വന്നാൽ വീണ്ടും സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ ആവില്ല കേട്ടോ, എല്ലായിടത്തും തോക്കുന്ന ആളായോട്ടെ മന്ത്രി ആവില്ല, എങ്കിലും ചിലപ്പം വീണ്ടും ടൂറിസം മന്ത്രിയോ സിനിമ അക്കാദമി ചെയർമാനൊക്കെ ആയാൽ കേരളത്തിൽ ഒരു പടവും ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷൂട്ട് ആണെങ്കിൽ റാമോജി പോകുമെന്ന് പറഞ്ഞ ആളാണ്. അപ്പം ഞാൻ പറയുന്നത് കുറേയൊക്കെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇവിടുന്ന് ഇളുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കോടി രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ 33 ലക്ഷം രൂപ പുളിയൊരു വില വാങ്ങിച്ചുകൊണ്ട് പോകണം, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ചയുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ സംഘടനകൾ തയ്യാറാവുന്നില്ല. കാരണം പിണറായി വിജയനോട് പോയി എങ്ങനെ പറയും എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക്. സംഘടനകളിൽ അവസാനം നമുക്ക് പറഞ്ഞു വയ്ക്കാം, ഇന്നിപ്പോൾ ഇത് നമുക്ക് ഈ ചർച്ചയുടെ നമ്മളിങ്ങനെ സംസാരിച്ച് വന്ന രീതിയിൽ അവസാനിപ്പിച്ച് നിർത്തുമ്പോൾ ഫിലിം ചേംബറിൻ്റെ സംഘടനയുടെ സമരം, അമ്മ സമരത്തിനെതിരായിട്ട് അവർ മുമ്പോട്ട് പോകുന്നുള്ള അവരുടെ തീരുമാനം, അമ്മയും മോനും അച്ഛനും ഒക്കെ അവിടെ നിൽക്കുവരച്ച വരി കൊണ്ട് ഇവരെല്ലാം, ഞാനൊരു പൊട്ടപ്പടമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പറായിരുന്നു. ഞാൻ ആ ജനറൽ ബോഡി പോയി പറഞ്ഞെ ഇവനെ ഒന്നും വക വയ്ക്കരുത്, ചാടറ കൊച്ചുരാമ ചാടാണ്. അല്ല ഇവര് പറയുന്നത്, ഇത് കലാകാരന്മാർ അല്ലെങ്കിൽ നടന്മാരെന്ന് പറയപ്പെടുന്ന ആശാമാർ പറയുന്നത് കേൾക്കുന്ന പ്രൊഡ്യൂസർമാരുള്ളത് കൊണ്ടാണ് ഈ സംവിധാനവും ഈ സംഘടനയൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ കണ്ടുവെന്ന് പറയപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നല്ലേ നമുക്ക് പറഞ്ഞ അവസാനം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ മുമ്പൊക്കെ പറയും പോലെ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ്സേ എന്ന് വിളിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS ഭരിക്കുമ്പോഴേ പോലീസ് അടിച്ച് പഞ്ചറാക്കിയപ്പോൾ കോൺഗ്രസ്സുകാർ കൂവിയപ്പോൾ പറഞ്ഞാണ് ഞങ്ങളെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാണ് മുദ്രാവാക്യം വിളിച്ചത്. അതുപോലെ ഞങ്ങൾ സിനിമ എടുക്കും, ഞങ്ങൾ വർഷത്തിൽ 2 പടം എടുക്കുമെങ്കിൽ മലയാള സിനിമയുടെ കടിഞ്ഞാണ് ഞങ്ങളുടെ കയ്യിൽ വെച്ചേക്കും, ഞങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും.
ഞങ്ങൾ 30 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കും, ഓവർസീസ് റൈറ്റ് വഴി വാങ്ങിക്കും, സർക്കാരിനെ ED ഒക്കെ പറ്റിക്കാനായിട്ട് 6 കോടി ശമ്പളം എടുത്തു. ബാക്കി 24. സുരേഷ് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ അവന്മാർ ഉറങ്ങിക്കാണൂല. സുരേഷ് പറഞ്ഞല്ല എല്ലാം എനിക്ക് കറക്റ്റ് ഫുൾ എമൗണ്ട് പുറത്തു വിടുന്നു. അവന്മാർ ED അന്വേഷിച്ചാൽ ആഫീസ് കൂട്ടി പോകില്ലെന്നേ. ഇവിടെ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു വാർത്ത പറഞ്ഞുതരാം. ഞാൻ കേൾക്കട്ടെ, 2 ഊണ് മമ്മൂട്ടിക്ക് മോഹൻലാലിന് ഒരു ദിവസം ഉണ്ണാൻ പറ്റുമോ ഉച്ചയ്ക്ക്? ഒരിക്കലും പറ്റില്ല. ഞാൻ അയ്യപ്പ ഹോട്ടലിൽ കയറി 50 രൂപയ്ക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ താജിൽ പോയിട്ട് ചിലപ്പോൾ 1500 രൂപ ഒരു ഊണേ ഉണ്ണാൻ പറ്റൂല്ലേ? അതോ 2 ഊണ് ഉണ്ണു? എൻ്റെ കാശുണ്ട്, എൻ്റെ 1000 കോടി ഉണ്ട്, ഞാൻ 2 ഊണ് ഉണ്ണു എന്ന് പറയാം. ഒരിക്കലും പറ്റില്ല. എന്നിട്ട് ഇവന്മാരൊക്കെ ഈ പറയുന്ന സിനിമാക്കാരന്മാരുടെ ഒരു ആർത്തി ഉണ്ടല്ലോ. നമ്മുടെ മലയാള സിനിമയിലെ ഒരു വർത്തമാനകാല മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം, അയാളൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് എറണാകുളത്ത് വെച്ചു. ആ വീടിൻ്റെ പുറകിൽ സർക്കാരിൻ്റെ 34 സെൻറ്റ് എന്തോ പുറംപോക്ക് ഭൂമി കിടക്കുകയാണ്. അപ്പോൾ ഇയാളൊരു ചരിത്ര നായകൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലല്ല, ആ വേഷം ചെയ്തതിൻ്റെ പേരിൽ ആ 34 സെൻറ്റ് എനിക്ക് എഴുതി തരണമെന്ന് കൊച്ചിൻ മറ്റേ അതോറിറ്റി ഇല്ലേ, അവർ GCDAക്ക് എഴുതി കൊടുത്തിരിക്കുക. ജീവിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ പടം ചെയ്തുകൊണ്ട് ആ 34 കൂടെ എനിക്ക് എഴുതി തരണം. കാരണം അതിലങ്ങ് വിളിച്ചാൽ മതിയല്ല. 34 സെൻറ്റ് എന്ന് പറയുമ്പോൾ എറണാകുളത്ത് എത്ര കോടി? അതായത് ആർത്തി പണ്ടാരങ്ങളാണ് കേട്ടോ. 2 മക്കളെ ഉള്ളൂ, അവർക്കൊരു 1000 കോടി മതിയെന്ന് ചിന്തിക്കുന്നില്ല. എങ്ങനെ ഒരു 10,000 കോടി ഉണ്ടാക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഏത് ഹീനമായ വഴിയായാലും കുഴപ്പമില്ല. ഇവനൊക്കെ ഇവിടെ ഈ സൂപ്പർ സ്റ്റാറിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണോ അതോ ഇത്രയും നിലനിൽപ്പുണ്ടായിട്ടല്ലേ ചെയ്യുന്നത്? നിലനിൽപ്പില്ലാത്തവന് സർക്കാരിൻ്റെ അടുത്ത് പോകൂല്ലോ. ഇത് പിണറായിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ടേ ആ പെറമ്പാക്കൂടെ എഴുതി വാങ്ങിക്കാം. പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറയണം. ഇവിടെ ഒരുപാട് കമ്മ്യൂണിസം പറഞ്ഞു കിടക്കുന്ന ഒരു സൂപ്പർ താരേ, എന്താ പറയുക, ദേശാഭിമാനി റോഡിനെ ദേശാഭിമാനി റോഡിൻ്റെ അറ്റം പോകുന്നിടത്ത് RSSൻ്റെ കാര്യാലയമുണ്ട്. ആ കാര്യാലയത്തിൽ രാത്രി തലയിൽ മുണ്ടുവിട്ട് ഇയാൾക്ക് ഉപദേശം കൊടുക്കുന്ന ഒരുത്തിനെയും വിളിച്ചുകൊണ്ട് ചെന്ന് മറ്റേ ഇവരുടെ യാതൊരു നേതാവിൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. എന്തിനെന്നറിയാം? പത്മഭൂഷൺ വാങ്ങിക്കുക. ജനിച്ചത് മുസ്ലിം ആയിപ്പോയതുകൊണ്ട് കിട്ടില്ല എന്നൊരു സംശയം. എന്നാൽ ഇതിരിക്കട്ടെന്ന് പത്മഭൂഷൺ അതൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കിങ്ങനെ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോഴല്ല, ഒരാൾ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ട്, അണ്ണാ നിങ്ങളാ ഒരു സൂപ്പർ സ്റ്റാർ തലയിൽ മുണ്ടിട്ടതാ RSSൻ്റെ കാര്യാലയത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ എന്തിനി? അത് അവിടെ വന്ന് ഒരു താടിമുടിയൊക്കെ വളർത്തി വരുന്ന നേതാവുണ്ടല്ലോ അവരുടെ RSSൻ്റെ, അയാളുടെ ഫോട്ടോയിൽ ആരെങ്കിലും പോകും വാരി എറിയുന്നു. ഞാൻ എന്തിനി? അല്ല, അയാൾക്ക് പത്മഭൂഷൺ കിട്ടാൻ. അതിന് മുമ്പ് മലയാള സിനിമയിൽ വേറെ ആർക്കും കിട്ടല്ല, അതിന് മുമ്പ് എനിക്ക് കിട്ടണം. എനിക്ക് തന്നിട്ട് അടുത്ത ആളിന് കൊടുത്തു. പക്ഷേ കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ ആഗസ്റ്റ് 15 കൊടുത്തപ്പോൾ ഇല്ലായിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഏത് ഹീനകൃത്യവും മരിച്ച് ഈ പണം വന്നു കഴിഞ്ഞാൽ അവർക്ക് നാണമില്ല. ഏത് പണിയും പെറമ്പോക്ക് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ പോയി പുഷ്പാർച്ചന ചെയ്ത പോലെ തന്നെ ഏത് പണിയും ചെയ്യും. അതാണ് വർത്തമാനകാല മലയാള സിനിമയുടെ. സുരേഷ് കുമാറിന് അറിയാമോ എന്താ ഈ കൂട്ടത്? അറിയാം. ചിലപ്പോൾ ഈ ഉടക്കിയാലുണ്ടല്ലോ സഹികടുമ്പം സുരേഷ് വിളിച്ച് പറഞ്ഞത് അല്ല, ഇതൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ. BJP എറണാകുളം സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളാണ്, പറഞ്ഞിരിക്കും. ഇതൊക്കെ പിന്നെ എടുത്ത് വാർത്ത ദേഷ്യം വരുമ്പോൾ എല്ലാവരും കണ്ണാതാവുമ്പോൾ എല്ലാവരും പറഞ്ഞുള്ളത് എന്താ. പോട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ, സാംസ്കാരിക അപച്യുതി, പിന്നെ നടിമാരെ ഞാൻ പറഞ്ഞു, അതെ, നടന്മാരുടെ അപ്രമാദിത്വം, ഇതൊക്കെ കാരണമായിരിക്കും. അഥവാ ഈ മലയാള സിനിമ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുക. ഒരു നല്ല കലാകാരന്മാരുടെ കൂട്ടം, അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സിനിമ, ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണ്, ആസ്വദിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? ദിനേശ് ഏട്ടൻ പറഞ്ഞു വെച്ചതുപോലെ നല്ല കലാകാരന്മാർ, നല്ല സംഘാടകർ ഉണ്ടാകണമായിരുന്നു. മധുസാറിനെ പോലെയുള്ള അവരുടെ കുറവാണ് ഈ മലയാള സിനിമ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അപജയത്തിന് കാരണം എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്നു. നമ്മളൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ദിനേശ് ഏട്ടന് 1000 നന്ദി.